السلام عليكم ورحمة الله. കുത്തുബി 67. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. മീറിന്റെ കൗലാൽ ചർച്ച. قوله ومجموع المعنيين معنى رامي الحجارة. ഷാരി പറഞ്ഞല്ല, എന്താ പറഞ്ഞത്? അതായത് വൽ ഹിജാറത്തു അത് പറഞ്ഞല്ല. പിന്നെ മജ്മൂഉൽ മഅനയൈനി معنى رامي الحجارة فلا بد أن يكون لللفظ جزء وأن يكون لجزئه دلالة على معنى. അതായത് മുറക്കബിനെ പറ്റി പറഞ്ഞെടുത്തപ്പോൾ പറഞ്ഞില്ല റാമിൽ ഹിജാറത്ത്. ആ റാമിൽ ഹിജാറത്ത് എന്ന് പറഞ്ഞ റാമി എന്നുള്ളത് അതിൽ നിന്ന് എന്തുണ്ട്, റമ്മിന്റെ മേലില് അറിയിക്കന്നെ എന്തുണ്ട്, അവിടെ മഖ്സൂദുണ്ട്. മനസ്സിലായ? അതേപോലെ തന്നെ ഹിജാറത്ത് എന്നുള്ളത് മുഅയ്യനായ ജിസ്മിന്റെ മേൽ അറിയിക്കലും എന്തുണ്ട്, മഖ്സൂദുണ്ട്. അവ രണ്ടും കൂടിയിട്ടാവുമ്പോ എന്തുണ്ടാവും, പിന്നെ അതൊരു ലഫ്ദിനക്ക് ഒരു ജുസ് ആയിട്ട് വരും. അതോടുകൂടി ആ ജുസീനക്ക് ഏതുണ്ടാവാം, ഒരു മാനാന്റെ മേൽ അറിയിക്കലുണ്ടാവാം. അത് ആ വൈദ്യ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മജ്മൂഉൽ മഅനയൈനി മജ്മൂഉൽ മഅനയൈനി മേൽ പറയപ്പെട്ട രണ്ട് മാനയുടെയും മജ്മൂഉ. രണ്ട് മാന പറഞ്ഞ് മനസ്സിലായില്ല. ഒന്ന് റാമി, അതിൽ നിന്ന് റമ്മിന്റെ മേലിൽ ദലാലത്ത് മഖ്സൂദാകുക. പിന്നെ ഹിജാറത്ത്, അതിൽ നിന്ന് മുഅയ്യന ജിസ്മിന്റെ മേൽ ദലാലത്ത് മഖ്സൂദാകുക. അപ്പൊ ആ മജ്മൂഉൽ മഅനയൈനി എന്നുള്ളത് മഅന റാമിൽ ഹിജാറത്ത്, അത് റാമിൽ ഹിജാറത്തിന്റെ മാനയാണ്. അഖൂലു ഞാൻ പറയുന്നു, യഅനി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന ഹാദൽ മജ്മൂഅ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട മജ്മൂഅ്, ഏത് ഈ മേൽ പ്രസ്താവിക്കപ്പെട്ടതായ രണ്ട് മാന കൂടിയിട്ടുള്ളതായ മജ്മൂഅ്, അത് മാനൻ മുതാബിഖിയ്യൻ ഒരു മുതാബിഖിയായ മാനയാണ്. ഈ ഹാദൽ ലഫ്ളി ഈ റാമിൽ ഹിജാറത്ത് എന്ന ലഫ്ളിനിക്ക് യദുല്ലു അലൈഹി ആ മുതാബിഖിയായ മാനാന്റെ മേലിൽ അറിയിക്കുക, യദുല്ലു ഈ ലഫ്ള് അറിയിക്കുന്നതാണ്, അലൈഹി ഈ മുതാബിഖിയായ മാനാന്റെ മേലില് മുതാബക്കത്തൻ നിലക്കം ചെയ്യും, അറിയിക്കും. അപ്പൊ നമ്മൾ മനസ്സിലായ, അപ്പം ഈ പറയപ്പെട്ട രണ്ട് മാനുകൂലും കൂടിയതാണല്ലോ അപ്പൊ നമ്മൾ ചർച്ച വരുന്നത്. അത് രണ്ടും കൂടിയത്, അതാണ് റാമിൽ ഹിജാറത്തിന്റെ മാന. അപ്പൊ മുറക്കബിന്റെ മാന അങ്ങനെ വന്നു. എങ്കിൽ ധാരിക്കുക, എന്നിട്ട് അത് വിശദീകരിക്കുക. ഈ അന്നൽ മുതാബക്കത്ത ഒരു മുതാബക്കിയായ ദലാലത്ത് എന്ന് പറഞ്ഞാല് ദലാലത്തുൽ ലഫ്ളി ഒരു ലഫ്ള് അറിയിക്കണം, അലൽ മാനൽ മൗദൂഇലു മൗദൂലുവായ മാനാന്റെ മേൽ ഒരു ലഫ്ള് എന്ത് ചെയ്യണം, അറിയിക്കണം. മൗദൂലായ മാനാന്റെ മേൽ ഒരു ലഫ്ള് അറിയിക്കണം. ഇപ്പൊ റാമിൽ ഹിജാറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മൗദൂലായ മാനാണ് ഏത്, ഈ മജ്മൂഉൽ മഅനയൈനി. അപ്പൊ ആ മജ്മൂഉൽ മഅനയുടെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലഫ്ള് അറിയിക്കുന്നുണ്ട്. അപ്പൊ അത് മുതാബിഖിയായ ദലാലത്താണ്. എന്നാൽ സവാഉൻ കാന ഹുനാക വളുഉൻ വാഹിദുൻ, അവിടത്തില് ഒരു വധുവേ ഉണ്ടാവട്ടെ, ഒറ്റ വധുവേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണം പറയാം, ദലാലത്തിൽ ഇൻസാനി അലൽ ഹയവാനിൻ നാത്തിഖ്, അതായത് ഹയവാനുൻ നാത്തിഖിന്റെ മേലില് ഇൻസാന് അറിയിക്കുക. ഹയവാൻ നാത്തിഖിന്റെ മേൽ ഏതറിയിക്കുക, ഇൻസാന് അറിയിക്കുക. അവ ഇൻസാനി എന്ന് പറഞ്ഞതായ ഒരു ലഫ്ള്, ആ ലഫ്ള് ഏതറിയിക്കുന്നു,
ഹയവാനാത്തിക്ക് എന്ന് പറഞ്ഞ മാനാന്റെ മേൽ. അത് ഒരൊറ്റ വധിയാലേ ഉള്ളൂ. കാരണം ഇൻസാനി എന്നുള്ളതിനെ, അതായത് ഈ ഹയവാനാത്തിക്കിന് വേണ്ടി വെക്കുക എന്നുള്ളത് ഒറ്റ വധിയിൽ മാത്രം ഉൾക്കൊള്ളുന്നതാണ്. പല വധു അതിനിക്കില്ല. അതേപോലെ തന്നെ ഔവായും മുതാദ്ദിദത്തിൻ, അതേപോലെ എണ്ണമായ വധുകളുടെ മേലും വരാം. അതെങ്ങനെ എണ്ണമായ വധുവിന്റെ രൂപത്തിൽ വരുന്നത്? ബിയാസബി അജിസായി ലഫ്ലി, ലഫ്ലിന്റെ ജുസുക്കളുടെ അടിസ്ഥാനത്തിൽ, ലഫ്ലിന്റെ അജിസായിന്റെ അടിസ്ഥാനത്തില് മുതാദ്ദിദത്തായ വധു കൊണ്ടുവരാം. ഇപ്പൊ ഏതുപോലെ? അത് അജിസായി ലഫ്ലി വൽ മാന, ലഫ്ലിന്റെയും മാനാന്റെയും അജിസായിന്റെ അടിസ്ഥാനത്തില് എണ്ണമായ വധുവിന്റെ അടിസ്ഥാനത്തിൽ വരും. ഉദാഹരണം ഏതുപോലെ? റാമിൽ ഹിജാറത്ത് പോലെ. കാരണം റാമിൽ ഹിജാറത്തിനൊക്കെ എന്തുണ്ട്? രണ്ട് മാനുണ്ട്, അല്ലെ രണ്ട് ജുസുണ്ട്. അതേപോലെ ആ രണ്ട് ജുസിനും രണ്ട് വധുണ്ട്. നമ്മളെന്ത് റാമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് മഖ്സൂദും മിൻഹു ദലാമിൻഹു അദ്ദലാലത്തു അലാ റമ്മിൻ മൻസൂബിൻ ഇലാ മൗദൂഇൻ. അവര് ഹിജാറത്ത് എന്നുള്ളത് പിന്നെ മഖ്സൂദും മിൻഹു അദ്ദലാലത്തു അലൽ ഇസ്മിൽ മുഅയ്യനി എന്ന് പറഞ്ഞില്ല. അതാണ് ഫൈനൽ ജുസ് അബദാവനെ റാമിൽ ഹിജാറത്ത് പോലെ. കാരണം ഫൈനൽ ജുസ് അവല മിൻഹു, അതിൽ നിന്നുള്ള ഒന്നാമത്തെ ജുസ് മൗദൂൻ, അത് വെക്കപ്പെട്ടതാണ്. ഈ മാനൊരു മാനാക്ക്. കാരണം റാമിക്കൊരു മാനുണ്ട്. അതേപോലെ തന്നെ ജുസു താനി രണ്ടാമത്തെ ജുസ്, അതിൽ മാനാഹറ വേറെ മാനാക്ക് വെക്കപ്പെട്ടതാണ്. അതിനൊക്കെ ജുസ് ഉണ്ടാവും. അപ്പൊ രണ്ടും വെവ്വേറെ മാനുണ്ടായില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്ത് ഫൈദ ഉഹിദ പിടിക്കപ്പെട്ടു മജ്മൂഉൽ മാനയൈനി, ഈ രണ്ട് മാനാന്റെയും മജ്മൂഇന് നമ്മൾ പിടിക്കപ്പെട്ടു. അങ്ങനെ ആകുമ്പോൾ കാന മജ്മൂഉൽ ലഫ്ദി, ഈ ലഫ്ദിന്റെ മജ്മൂഉ ആകുന്നതാണ് മൗദൂഅൻ ലി മജ്മൂഇൽ മാന. അതായത് റാമിൽ ഇജാറത്ത് എന്ന് പറഞ്ഞ ലഫ്ദ്, ആ റാമിൽ ഇജാറത്ത് എന്ന് പറഞ്ഞ ലഫ്ദിന്റെ മജ്മൂഉ, ആ മജ്മൂഉ ഇവിടെ ഉള്ളതായ രണ്ട് മാനാന്റെ മജ്മൂഇല്ലേ, ആ രണ്ട് മാനാന്റെ മജ്മൂഇക്ക് വെക്കപ്പെടും. ഇനി എന്തല്ല ഐനിൽ ലഫ്ദി, ഒരു ലഫ്ദിന്റെ ഐനിനെ വെക്കലല്ല ഈ ഐനിൽ മാന ഒരു മാനാന്റെ ഐനിക്ക്. അങ്ങനല്ല, ഒരു ലഫ്ദിന്റെ ഐനിനെ ഒരു മാനാന്റെ ഐനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ വെക്ക. ഇപ്പൊ ഏതുപോലെ വന്നപ്പോ റാമിൽ ഇജാറത്ത് എന്നുള്ളതിനെ ഒരു ഷഖ്സിനിക്ക് നമ്മൾ എന്ത് ചെയ്ത് അലമായി ഇത്തിബാർ ചെയ്യുമ്പോ അവൻ ചെയ്ത്, അതായത് ലഫ്ദിന്റെ ഐനിനെ മാനാന്റെ ഐനിക്ക് വേണ്ടി വെക്കുക എന്നുള്ളത് വരും. ആ അടിസ്ഥാനത്തിലല്ല ഇവിടെ പറഞ്ഞത്. പിന്നെയോ എങ്കിലും പുതിയ അജിസാഹു, ഈ ലഫ്ദിന്റെ ഓരോ ജുസീനെയും വെക്കപ്പെട്ടു ഈ അജിസായി ആ മാനാന്റെ അജിസായിനിക്ക് വേണ്ടി. മനസ്സിലായില്ല? അതോടുകൂടി ഒരു മുത്താബക്കത്ത് എന്ന് പറഞ്ഞതോ അത് തഴുമു, അത് ഉൾക്കൊള്ളിക്കുന്നതാണ്. അത് കബീലത്തൈനി, ഈ രണ്ട് കബീലയെയും എന്ത് ചെയ്യുന്നതാണ്? അത് ഉൾക്കൊള്ളിക്കും. ഇവിടെ രണ്ട് രൂപം ഉണ്ടാവുമല്ല. രണ്ട് രൂപം എന്ന് പറഞ്ഞാൽ ഒരു ലഫ്ദിന്റെ ഐനിനെ മാനാന്റെ ഐനിക്ക് വേണ്ടി വെക്കുക, ഒരു ലഫ്ദിന്റെ ജുസീനെ അതായത് മാനാന്റെ ജുസീനിക്ക് വേണ്ടിയിട്ട് അജിസായിനെ മാനാന്റെ അജിസായിനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക വെക്കുക. അപ്പൊ ഈ രണ്ട് കബീലയെയും മുത്താബക്കിയായ ദലാലത്ത് എന്ത് ചെയ്യും? ഉൾക്കൊള്ളിക്കും. അവ മുത്താബക്കിയായ ദലാലത്തിൽ ഈ രണ്ട് രൂപം ഉണ്ടാവും. ഒരു ലഫ്ദിന്റെ ഐനിനെ ഒരു മാനാന്റെ ഐനിക്ക് വേണ്ടി വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു ലഫ്ദിന്റെ അജിസായിനെ ഒരു മാനാന്റെ അജിസായിനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം വെക്കുക. അൽഹംദുലില്ലാഹ്. ഇനി അടുത്തത് ഖൗലുഹു അൽ ഉബൂദിയ്യത്ത്. എവിടെയായി ഉബൂദിയ്യത്ത് പറഞ്ഞത്? ഓർക്കുന്നുണ്ടല്ലോ. എന്താ പറഞ്ഞത്? അതായത്
ഇസ്തിഫാമിന്റെ ഹംസനെ പറ്റി പറഞ്ഞല്ലോ. അബ്ദുല്ലാഹി അലമൻ ഫൈനലഹു ജുസ്അൻ കഅബ്ദിൻ ദാല്ലൻ അലാ മാനൻ വഹുവൽ ഉബൂദിയ്യത്തു. ഒരു ലഘു അതിനൊക്കെണ്ടാവും, ജുസ് ഉണ്ടാവും. എങ്ങനത്തെ ജുസാണ്? ദാല്യനത് അറിയിക്കുന്നതാണ്. അലൽ മാന, മാനാന്റെ മേൽ അറിയിക്കും. പക്ഷെ ലാക്കിൻ ദാലിക്കൽ മാന, എങ്കിലും ആ പറയപ്പെട്ട മാനയാകുന്നത് ലാ യകൂനു ജുസ്അൻ മാനൽ മഖ്സൂദി, മഖ്സൂദായ മാനാന്റെ ജുസാവൂലാന്ന്. അപ്പൊ ഏതുപോലെ അലമായി ഇസ്തിമാൽ ചെയ്യപ്പെടുന്ന അബ്ദുള്ള പോലെ, ആ അലമായി ഇസ്തിമാൽ ചെയ്യപ്പെടുന്ന അബ്ദുള്ള എന്നുള്ളതിന് ജുസുണ്ട്. പിന്നെ അബ്ദ് എന്നുള്ള ജുസാണ്. അതോടുകൂടി കാര്യം നല്ല മാന അത് മാനാന്റെ മേൽ അറിയിക്കുന്നുണ്ട്. കാരണം അബ്ദ് എന്നുള്ള അറിയിക്കുന്ന മാന ഏതാണ്? ഉബൂദിയ്യത്താണ്. മനസ്സിലായില്ലേ? പക്ഷെ മഖ്സൂദായ മാനാന്റെ ജുസ് അല്ലാന്ന് മാത്രം. മഖ്സൂദായ മാനാന്റെ മുഷഹദത്തായ ദാത്താണ്, അതിന്റെ പിന്നെ ജുസ് ആണ് എന്ന് അബ്ദു എന്നുള്ളതിന് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. അതാണ് വഹുവൽ ഉബൂദിയ്യത്തു. ലാക്കിന്നഹാ ലൈസത്ത് ജുസ്അൻ മിൻ മാനൽ മഖ്സൂദി ഐ ദാത്തിൽ മുഷഖ്ഖസ്. എങ്കിൽ അഖൂലു, ഞാൻ പറയുന്നു, ഫദാലിക, എങ്കിൽ ഈ പറഞ്ഞ വിഷയം, ഏത് ഈ ഉബൂദിയ്യത്ത് എന്ന് പറയുന്നത് മഖ്സൂദായ മാനാന്റെ ജുസ് ആകൂലെന്ന് പറഞ്ഞില്ല, മുഷഖ്ഖസായ ദാത്ത് അതാണല്ലോ. പിന്നെ മഖ്സൂദായ, അപ്പൊ മഖ്സൂദായ മാനാന്റെ ജുസ് ആയിട്ട് ഏത് വരൂല? ഉബൂദിയ്യത്ത് വരൂല എന്ന് പറഞ്ഞ്. ഫദാലിക, അത് മനസ്സിലായില്ലേ? അത് എന്ന് പറഞ്ഞാല് അതായത് മുഷഖ്ഖസായ ദാത്താകുന്ന മഖ്സൂദായ മാന, ആ മഖ്സൂദായ മാനാന്റെ ജുസ് ആയിട്ട് ഉബൂദിയ്യത്ത് എന്നുള്ളത് വരൂല എന്ന് പറഞ്ഞല്ല. ആ വരൂല എന്ന് പറഞ്ഞ വിഷയം അന്നൽ ഉബൂദിയ്യത്ത്, കാരണം എന്താണ്? ഈ ഉബൂദിയ്യത്ത് എന്ന് പറയുന്നത് അത് സിഫത്താണ്. അന്നൽ ഉബൂദിയ്യത്ത, തീർച്ചയായിട്ടും ഉബൂദിയ്യത്ത് എന്ന് പറഞ്ഞത് സിഫത്തുൻ ലിദ്ദാത്തിൽ മുഷഖ്ഖസത്ത്, മുഷഖ്ഖസത്തായ ഒരു ദാത്തിനുള്ള സിഫത്താണ് ഏത്? ഉബൂദിയ്യത്ത്. മുഷഖ്ഖസത്തായ ദാത്ത്, ഒരു മുഷഖ്ഖസത്തായ ദാത്തിനുള്ളതായ സിഫത്താണ് ഏത്? ഉബൂദിയ്യത്ത്. അതോടുകൂടി വൈലൈസത്ത്, ഈ ഉബൂദിയ്യത്ത് അല്ല ദാഖിലത്തൻ ഫീഹ, ഈ മുഷഖ്ഖസത്തായ ദാത്തിലല്ല എന്തല്ല ദാഖില. പിന്നെയോ ബൽ ഖാരിജത്തുൻ അൻഹാ, എങ്കിലും ആ മുഷഖ്ഖസത്തായ ദാത്യത്തോട്ട് എന്താണത്? ഖാരിജത്താണ്. ഏത്? ഈ ഉബൂദിയ്യത്ത് എന്ന് പറയുന്നത്. ഉബൂദിയ്യത്ത് എന്ന് പറയുന്നത് മുഷഖ്ഖസത്തായ ദാത്തിനുള്ള സിഫത്താണ്. പിന്നെ എന്തല്ല, ആ മുഷഖ്ഖസത്തായ ദാത്തില് ഉള്ള ദാഖിലായ ഒന്നല്ല, പിന്നെ ഖാരിജായ ഒന്നാണ്. എങ്കിൽ കഥാലിക്ക അപ്രകാരമാണ് ലഫ്ളു അള്ളാ എന്നുള്ള ലഫ്ളു അങ്ങനെ തന്നെ. അള്ളാ എന്നുള്ള ലഫ്ളു അറിയിക്കും അല മാന, ഒരു മാനാന്റെ മേൽ എന്ത് ചെയ്യും? അറിയിക്കും. പക്ഷെ ലൈസ ദാലിക്കൽ മാന, ആ അറിയിക്കപ്പെടുന്ന മൗദൂഅ പിന്നെ മദലൂൽ അലൈഹിയായ മാനയല്ല ജുസ്അൻ ദാത്തിൽ മുഷഖ്ഖസത്ത്, മുഷഖ്ഖസത്തായ ദാത്തിനുള്ളതായ ജുസ് എന്നെന്ത് ചെയ്യാൻ പറ്റൂല. കാരണം അള്ളാഹു എന്നുള്ള ലഫ്ലിക്ക് മാനുണ്ട്, അത് ഉറപ്പല്ലേ. പക്ഷെ മാന ഉണ്ടെങ്കിലും ആ അള്ളാഹു എന്നുള്ള ലഫ്ലിന്റെ മദലൂൽ അലിയാകുന്ന മാന അള്ളാഹു എന്നുള്ള ദാത്തിന്റെ, ആ മുഷഖ്ഖസായ ദാത്തിന്റെ ജുസ് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എങ്കിൽ ബഹുവ, ഈ പറഞ്ഞ വിഷയം ലാഹിറും വളരെ വ്യക്തമായതാണ്. എന്ന വൈന്നമാ കാലാപന സായി മുസ്ലിം പറഞ്ഞത് അബ്ദുല്ലാഹി അലമൻ എന്ന് പറയാനുള്ള കാരണം എന്താ? അബ്ദുള്ള പോലെ, ഏത് അബ്ദുള്ള? അലമായ അബ്ദുള്ള. അത് കാരണം എന്ത്? അലമായ അബ്ദുള്ളയാവുമ്പോഴേ എന്താവുള്ളൂ? മുഷഖ്ഖസായ ദാത്തായി കിട്ടുള്ളൂ.
അലമല്ലാത്ത രൂപത്തിൽ അബ്ദുള്ള എന്ന് വെച്ചാൽ അള്ളാന്റെ അടിമ എന്നുള്ള മാനല്ലേ ഉണ്ടാവുള്ളൂ. ഇതല്ല, അബ്ദുള്ള എന്നുള്ളത് അതൊരു മുഷഖത്തായ ദാത്തായിട്ട് ഇസ്തിമാൽ ചെയ്യപ്പെടുന്നതാണ്, അലമായിട്ട്. എന്താ കാരണം? അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ഇതാനം യക്കുൻ, ഈ അള്ളാഹി അബ്ദുള്ള എന്നുള്ളത് ആയില്ല, അലമൻ, അത് അലമായില്ലാന്ന് വെക്കുക. എന്നാൽ അലമാകുന്നില്ല എങ്കിൽ അപ്പൊ കാന മുറക്കബൻ ഇളാഫിയ, അവതും ഇളാഫിയായ മുറക്കബാവും. ഏതുപോലെയൊക്കെ റാമിൽ ഇജാറത്തിന് പറയുമ്പോൾ കല്ലിനെ എറിയുന്നവൻ അത് ഇളാഫിയായ മുറക്കബാണല്ലോ. അതേപോലെ അബ്ദുള്ള എന്നത് മുറക്കബാവും. അതേപോലെ വക്കറൻ ഹയവാനാത്തിക്കു, ഹയവാനാത്തിക്കു അങ്ങനെ തന്നെയാണ്. ഇതാലും യക്കുൻ അലമൻ, അത് അലമാകുന്നില്ല എങ്കിൽ കാന മുറക്കബൻ തഖീദിയ, അത് തഖീദിയായ മുറക്കബാവും. ഞാൻ മൗസൂഫി സിഫത്തി, സിഫത്തും മൗസൂഫും കൂടിയിട്ടുള്ളത്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉബൂദിയ്യത്ത് എന്ന് പറയുന്നത് മുഷഖത്തായ ദാത്തിനെക്കൊള്ളത് സിഫത്താണ്, അത് ഖാരിജാണത്, പക്ഷെ ദാത്തിലല്ല. പിന്നെ നമ്മൾ പറഞ്ഞു എന്തെന്ന്, വഹിയ ഖൗലുഹു വഹിയ ജുസുഉൽ മാനൽ ലഫ്ളി, വഹിയ ജുസുഉൽ മാനൽ ലഫ്ളി, അതെവിടെ പറഞ്ഞത്? വഹിയ ജുസുഉ മാനൽ ലഫ്ളി. അവിടെ പറഞ്ഞല്ല. മഫ്ഹൂമുൽ ഹയവാനി, ഹയവാനിന്റെ മഫ്ഹൂം അത് മാഹി ജുസുഉൽ മാഹിയത്തിൽ ഇൻസാനിയ, ഇൻസാനിയായ മാഹിയത്തിന്റെ ജുസ് ആണ് ഹയവാനി എന്നുള്ള മഫ്ഹൂം. വഹിയ, ഈ മാഹിയത്തുൽ ഇൻസാനിയ എന്ന് പറയുന്നതോ അത് ജുസുഉൽ മാനൽ ലഫ്ളിൽ മഖ്സൂദി, മഖ്സൂദായ ലഫ്ളിന്റെ മാനയാണ്, അത് മാനാക്കുള്ള ജുസ് ആണ്. ഇൻസാൻ നമ്മൾ ഹയവാനാത്തിക്കുന്നല്ല പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ മാഹിയ ഇൻസാനിയായ മാഹിയത്തിന്റെ ജുസ് ആണ് ഏത്? ഈ ഹയവാനി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് മഖ്സൂദായ മാനാന്റെ ലഫ്ളിന്റെ, മഖ്സൂദായ ലഫ്ളിൻക്കുള്ള മാന, ആ മാനാന്റെ ജുസ് ആണ് സത്യത്തിലേത്? മാഹിയത്തുൽ ഇൻസാനിയ എന്നുള്ളത്. മനസ്സിലായ? പക്ഷെ ലാക്കിൻ ദലാലത്തുൽ ഹയവാനി അലാ മഫ്ഹൂമിഹി, അതാണ് ചർച്ച. വഹിയ ജുസു മാനൽ ലഫ്ളി അഖൂൽ അൽ മാഹിയത്തുൽ ഇൻസാനിയ, ഇൻസാനിയായ മാഹിയത്ത് ജുസുൽ മാനൽ മഖ്സൂദി, മഖ്സൂദായ മാനാന്റെ ജുസ് ആണ്, മഖ്സൂദായ മാനാന്റെ ജുസ് ആണ്. അപ്പൊ അങ്ങനെ വെക്കുമ്പോ യക്കൂന് മഫ്ഹൂമുൽ ഹയവാനി, ഹയവാനിന്റെ മഫ്ഹൂം ആവണം വീണ്ടും ജുസ് ഗാദിക്കൽ മാനൽ മഖ്സൂദി, മഖ്സൂദായ മാനാന്റെ ജുസ് ആവണം. ഏത്? ഈ ഹയവാനി എന്നുള്ളത്. കാരണം എന്താണ്? ജുസുൻ, ഒരു വസ്തുവിനക്കുള്ള ജുസ്, ആ ജുസിന്റെ ജുസ് മറ്റേ വസ്തുവിനക്ക് എന്താവണം? ജുസ് ആവണം. ഇപ്പൊ ഏതുപോലെയെന്ന് അറിഞ്ഞപ്പോ നമ്മള് പറഞ്ഞല്ലോ എന്തെന്ന്, മാഹിയത്തുൽ ഇൻസാനിയ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന മഖ്സൂദായ മാനാന്റെ ജുസ് ആണ്. അപ്പൊ അത് ഹയവാനിന്റെ ആ അടിസ്ഥാനത്തിൽ വെക്കുകയാണെങ്കിൽ ഈ ഹയവാന്റെ മഫ്ഹൂം അതാവണം. കാരണം ഇൻസാനി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹയവാനാത്തിക്കുന്നല്ലേ. ഇൻസാനി എന്ന് പറഞ്ഞാൽ തന്നെ ഹയവാനാത്തിക്കാനല്ല. അപ്പൊ അതിൽ ഹയവാന്റെ മഫ്ഹൂം ഉണ്ട്, നാത്തിക്കിന്റെ മഫ്ഹൂം ഉണ്ടല്ലോ, രണ്ടും ഉണ്ടല്ലോ, രണ്ടും അതിലുണ്ടല്ലോ. അപ്പൊ ഇൻസാനിയായ മാഹിയത്ത് മഖ്സൂദായ മാനാന്റെ ജുസ് ആണ്. അപ്പൊ ഹയവാന്റെ മഫ്ഹൂം ഈ പറയപ്പെട്ട മഖ്സൂദായ മാനാന്റെ എന്താവണം? ജുസ് ആവണം. ഏതുപോലെ? ജുസിന്റെ ജുസ് ജുസ് ആകുന്നത് പോലെ, ജുസിന്റെ ജുസ് ജുസ് ആകുന്നത് പോലെ. പിന്നെ കൗലു, മുസന്നിഫിന്റെ കൗല്, വഅന്നമ ഇതുബിറ ബിൽ മഖ്സമി ദലാലത്തുൽ മുതാബഖത്ത് എന്ന് പറഞ്ഞേരത്തുള്ളത്. വഅന്നമ തബറാബറ മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഇഅ്തിബാർ ചെയ്തു
മക്സമിനെ അതായത് ദലാലത്തിനെ തസ്സീമാക്കുന്നിടത്ത് മുതാബക്കിയ ദലാലത്തിനെയാണ് എന്ത് ചെയ്തത് മക്സമായിട്ട് ഇത്തിബാർ ചെയ്തിട്ടുള്ളത്. പിന്നെന്തല്ല തളമുനിയ ദലാലത്തും ഇൽത്തിസാമിയ ദലാലത്തും അല്ല. ദലാലത്തിനെ കിസ്മാക്കുന്നിടത്ത് മുതാബക്കിയ ദലാലത്തിനെയാണ് മക്സമായിട്ട് ഇത്തിബാർ ചെയ്തത്. പിന്നെയോ തളമുനിയ ദലാലത്തിനെയും അതുപോലെ തന്നെ ഇൽത്തിസാമിയ ദലാലത്തിനെയുമല്ല. അതാണ് ചർച്ച. വൈനമയത്തബറ എന്നവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഇത്തിബാർ ചെയ്തത്. വൈനമയത്തബറ ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഇത്തിബാർ ചെയ്തു. എവിടെയാണ് ഇത്തിബാർ ചെയ്തത്? ഇതിൽ മക്സമിൽ ഇത്തിബാർ ചെയ്തു എന്നതിനെ പറ്റി ചർച്ച ചെയ്യാൻ അക്കൂലും. മക്സമില് ഇത്തിബാർ ചെയ്തു. എന്തിന്? അൽ മുതാബക്കത്ത് വഅദഹ മുതാബക്കിയായ ദലാലത്തിന് മാത്രം. പിന്നെയോ വലം യുഅ്തബർ ഇത്തിബാർ ചെയ്യപ്പെട്ടില്ല. അത് ദലാലത്ത് മുത്തലക്കായ രൂപത്തിലുള്ള ദലാലത്ത് ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ മക്സമായിട്ട് ഇത്തിബാർ ചെയ്തെടുത്ത് മുതാബക്കിയ ദലാലത്തിനാണ് ഇത്തിബാർ ചെയ്തത്. പിന്നെന്തല്ല മുത്തലക്കായ ദലാലത്തല്ല. മുത്തലക്കായ ദലാലത്ത് എന്ന് പറഞ്ഞാൽ ഇത് തളമ്മുനിയും പെടും, മുതാബക്കയും പെടും, പിന്നെ ഇൽത്തിസാമും പെടും. പിന്നെ മുതാബക്കിയ ദലാലത്താണ് ഇവരെ മക്സമായിട്ട് ഇത്തിബാർ ചെയ്തത്. മനസ്സിലായില്ലേ? ഏത് രൂപത്തിൽ? ബിഹൈസു ഒരു രൂപത്തിൽ എന്തൊരു ആ ദലാലത്തിൽ എന്ത് ചെയ്യും? പ്രവേശിക്കും. ആ തളമ്മുനു വൽ ഇൽത്തിസാമു അയ്ള തളമുനിയ ദലാലത്തും അതുപോലെ തന്നെ ഇൽത്തിസാമിയ ദലാലത്തും. അപ്പൊ തളമുനിയ ദലാലത്തും ഇൽത്തിസാമിയ ദലാലത്തും പ്രവേശിക്കുന്ന രൂപത്തില് മുതലക്കായ രൂപത്തിലെ ദലാലത്തിൽ എന്ത് ചെയ്തില്ല? ഇത്തിബാർ ചെയ്തില്ല. എങ്കിൽ അപ്പൊ ഞാൻ ചോദ്യമാണ്, എന്നാൽ അവ ചുരുക്കി പറഞ്ഞ നമുക്ക് അതിന് മനസ്സിലാക്കാം എന്താണ് ഈ മുതാബക്കിയായ ദലാലത്ത് എന്നുള്ളതാണ് അസുല്. ദലാലത്തിന്റെ അസുല് ഏതാണ്? മുതാബക്കിയ ദലാലത്താണ്. ആ മുതാബക്കിയ ദലാലത്തിൽ നിന്ന് പിരിഞ്ഞുണ്ടാകുന്നതാണ് തളമുനിയായ ദലാലത്തും അതുപോലെ തന്നെ ഇൽത്തിസാമിയ ദലാലത്തും മറ്റുള്ള ഏത് ദലാലത്തും വരികയാണെങ്കിൽ ആ ദലാലത്തുകൾ മുഴുവനും. എന്നവ അമ്മ ഇത്തിബാറു തളമ്മുനി വൽ ഇൽത്തിസാം തളമ്മുനിയ ദലാലത്തും ഇൽത്തിസാമിയ ദലാലത്തിനെയും ഇത്തിബാർ ചെയ്യരുത്. ബിദൂനി മുതാബക്കത്തി മുതാബക്കിയായ ദലാലത്തില്ലാതെ. അതേ ഫമിമ്മലായദ്ഹബു ഇലൈഹി വഹ്മുൻ ഊഹന അതിലേക്ക് പോകാത്തതാണ്. കാരണം ഉണ്ടാവില്ല. കാരണം തളമുനിയ ദലാലത്തും ഇൽത്തിസാമിയ ദലാലത്തും അതിനൊക്കെ ലാസിമായി ഉണ്ടാകുന്നതാണ് മുതാബക്കിയ ദലാലത്ത്. കാരണം മൽസൂമില്ലാതെ ലാസിം ഉണ്ടാവില്ലല്ലോ. അല്ല താബിയ് ലാസിമെന്നൊക്കെ താബിയെന്ന് വെച്ചാൽ മതി. ഈ തളമുനിയ ദലാലത്തും ഇൽത്തിസാമിയ ദലാലത്തും മുതാബക്കിയ ദലാലത്തിലേക്കുള്ള താബിയാണല്ലോ. പിന്നെ മുതാബക്കിയ ദലാലത്തോ അത് മത്ബൂആണ്. അപ്പൊ മുതാബക്കിയ ദലാലത്താവുന്ന മത്ബൂ ഇല്ലാതെ ഏതുണ്ടാവില്ല? താബിയാവുന്ന ഇൽത്തിസാമിയ ദലാലത്തും തളമുനിയ ദലാലത്തും ഉണ്ടാവും. ഇനി സുമ്മ ഇതബിറ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? മുത്തലക്ക് ദലാലത്തിന് ഇത്തിബാർ ചെയ്തില്ല. പിന്നെ മുതാബക്കിയ ദലാലത്തിനാണ് എന്ത് ചെയ്തത്? ഇത്തിബാർ ചെയ്തത്. മനസ്സിലായ? എന്നാൽ ഇവിടെ ചോദ്യം, എന്നാൽ ഈ മുത്തലക്കായ ദലാലത്തിന് എന്തുകൊണ്ട് ഇത്തിബാർ ചെയ്തൂല? മുത്തലക്കായ ദലാലത്തിന് എന്തുകൊണ്ട് മക്സമായിട്ട് ഇത്തിബാർ ചെയ്തൂരാന്ന്. അതാണ് ഇനി സുമ്മ ഇതബിറ ഇനി ഇത്തിബാർ ചെയ്യപ്പെട്ടു എന്ന് വെക്കുക. മുത്തലക്കു ദലാലത്തിന് ഇത്തിബാർ ചെയ്യപ്പെട്ടു എന്ന് വെക്കുക. മുത്തലക്കു ദലാലത്തിന് ഇത്തിബാർ ചെയ്യപ്പെട്ടു എന്ന് വെക്കുക. എന്നാൽ അങ്ങനാണെങ്കിൽ തെർക്കീബില് ഷർത്താക്കപ്പെടും. എന്ത് ഷർത്താക്കപ്പെടും തെർക്കീബില്?
നമ്മൾ പറഞ്ഞില്ലേ മുറക്കബിനെ പറ്റി പറഞ്ഞല്ല മുറക്കബിനെ പറ്റി പറഞ്ഞില്ല മുഫറദ് മുറക്കബ് എന്ന് പറഞ്ഞില്ല. അപ്പൊ മുഫറദ് മുറക്കബ് എന്ന് പറഞ്ഞ അടുത്തുള്ള അവ തെർക്കീബിൽ എന്താണ് ഷർത്താക്കപ്പെടും. ഒരു പക്ഷെ എന്തിനെ ഷർത്താക്കപ്പെടും? ദലാലത്ത് ജുസിഇൽ ലഫ്ളി, ഒരു ലഫ്ളിന്റെ ജുസ് അറിയിക്കുക. അലാ ജുസി മാനാഹുൽ മുതാബഖി, മുതാബഖിയായ മാനാന്റെ ജുസിന്റെ മേലില് ഒരു ജുസി ലഫ്ളിന്റെ ജുസ് എന്ത് ചെയ്യുക? അറിയിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ പറയേണ്ടി വരും. അതായത് മഖ്സമായിട്ട് മുത്തലഖു ദലാലത്തിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ അപ്പം അതിൽപ്പെട്ട ഒന്നാണ് ഇത് മുറക്കബ്. അപ്പൊ മുറക്കബ് എന്ന് പറയുമ്പോൾ ആ മുറക്കബിനെ സംബന്ധിച്ച് എങ്ങനെ പറയേണ്ടി വരും? ഒരു ലഫ്ലിന്റെ ജുസ് മുതാബഖിയായ മാനാന്റെ ജുസിന്റെ മേൽ എന്ത് ചെയ്യുക? അറിയിക്കാന്ന് പറയേണ്ടി വരും. ഒരു ലഫ്ലിന്റെ ജുസ് മുതാബഖിയായ മാനാന്റെ ജുസിന്റെ മേൽ എന്ത് ചെയ്യുക? അറിയിക്ക എന്ന് പറയേണ്ടി വരും. അതേപോലെ തന്നെ അത് എവിടെ? തെർക്കീബിലാവുമ്പോ. ഇനി ജുസ് മാനാഹു തളമ്മുനിയെ, തളമ്മുനിയായ മാനാന്റെ ജുസ് ജുസിന്റെ മേലും അറിയിക്കാം. മനസ്സിലായില്ലേ? അതായത് ഒരു ലഫ്ലിന്റെ ജുസ് മുതാബഖിയായ മാനാന്റെ ജുസിന്റെ മേലും അറിയിക്കുക. ജുസി മാനാഹു തളമ്മുനിയെ, തളമ്മുനിയായ മാനാന്റെ ജുസിന്റെ മേലും അറിയിക്കുക. ജുസി മാനാഹുൽ ഇൽത്തിസാമിയി ജമിയ, അതായത് ഇൽത്തിസാമിയായ മാനാന്റെ ജുസിന്റെ മേലും എന്ത് ചെയ്യുക? അറിയിക്കുക. അപ്പൊ തർക്കീബ് ഉണ്ടായല്ലോ, ജമിയൻ എല്ലാറ്റിന്റെ മേലും അറിയിക്കുക. അപ്പൊ അങ്ങനെ പറയേണ്ടി വരും. എങ്ങനെ വെച്ചാൽ ഈ മുത്തലഖു ദലാലത്ത് മഖ്സമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, മുത്തലഖു ദലാലത്ത് മഖ്സമായിട്ട് വെക്കുകയാണെങ്കിൽ തർക്കീബിനെ പറ്റി നമ്മൾ പറയുമ്പോ ഇതേ രൂപത്തിൽ പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ഒരു ലഫ്ലിന്റെ ജുസ് മുതാബഖിയ മാനാന്റെ ജുസിന്റെ മേലിലും അതുപോലെ തന്നെ തളമ്മുനിയ മാനാന്റെ ജുസിന്റെ മേലിലും ഇൽത്തിസാമിയായ മാനാന്റെ ജുസിന്റെ മേലും എന്ത് ചെയ്യുക? അറിയിച്ചാലേ തെർക്കീബാവുള്ളൂ എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരും. അപ്പയേ തെർക്കീബ് ഉണ്ടാവുള്ളൂ ആണ്. എന്നാൽ ഇതാ കുസിത, ഇനി നമ്മൾ എന്ത് ചെയ്ത് അങ്ങനെ വെക്കുമ്പോൾ ഇനി ഉദ്ദേശിക്കപ്പെട്ടു ബി ജുസിഇൽ ലഫ്ളി, ഒരു ലഫ്ലിന്റെ ജുസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചു. അത് ദലാലത്തു അറിയിക്കലിനെ ഉദ്ദേശിച്ചു. അല അജ്സായി മആനിഹ സലാസത്തി, ഈ പറയപ്പെട്ട മൂന്ന് മാനകളുടെ അജ്സായിന്റെ മേലില് അറിയിക്കലിന് എന്ത് ചെയ്ത് ഉദ്ദേശിക്കപ്പെട്ടു. ഒരു ലഫ്ള് പറയാ, ഒരു മുറക്കബിന്റെ ലഫ്ള് പറയാ, ആ ലഫ്ലിന്റെ ജുസ് എടുക്കുക, ആ ജുസ് കൊണ്ട് ഈ പറയപ്പെട്ടതായ മൂന്ന് മാനാന്റെ അജ്സായിന്റെ മേലും അറിയിക്കുക. മൂന്ന് മാന മനസ്സിലായില്ലേ? ഒന്ന് മുതാബഖിയായ മാനാന്റെ ജുസ്, ഒന്ന് തളമ്മുനിയ മാനാന്റെ ജുസ്, ഒന്ന് ഇൽത്തിസാമിയായ മാന. അതായത് മുതാബഖിയായ മാന, ഇൽത്തിസാമിയായ മാന, തളമ്മുനിയായ മാന. അപ്പൊ ഈ പറയപ്പെട്ട മൂന്ന് മാനാന്റെ അജ്സായിന്റെ മേൽ എന്ത് ചെയ്യുക? അറിയിക്കുക. അപ്പൊ അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ കാന മുറക്കബ, അപ്പൊ മുറക്കബ. എങ്കിൽ വൈദന്തഫ ദലാലത്തോ, ഇനി ദലാലത്ത് ഇല്ലാന്ന് വെക്കുക. എങ്ങനെ? ബിൽ ഖിയാസി, ചേർത്ത് നോക്കുമ്പം ഇല അജ്സായി ജമി ആദികൽ മാനാനി, ഈ മൂന്ന് മാനകളിൽപ്പെട്ട എല്ലാ മാനാജി അജ്സായിലേക്ക് നോക്കുമ്പോ ദലാലത്ത് ഇല്ലാന്ന് വെച്ചു. അല്ലെങ്കിൽ നമുക്ക് ഖിയാസി ബഅദിഹ, ബഅദിലേക്ക് ചേർക്കുമ്പോ എന്തില്ല? ദലാലത്ത് ഇല്ലാന്ന് വെച്ചു. അപ്പൊ ദലാലത്തില്ലെങ്കിലോ കാന മുഫറദ, അപ്പൊ അത് മുഫറദായി. മനസ്സിലായില്ലേ? അപ്പൊ മുറക്കബ് ഒന്ന് വേറായി, മുഫറദ് ഒന്ന് വേറായി. പക്ഷെ അങ്ങനെ പറയേണ്ടി വരും. ഏത് നമ്മൾ പറഞ്ഞ പിന്നെ മുത്തലഖായ ദലാലത്തിനെ മഖ്സമായി ഇതാക്കിയാൽ. അപ്പം പിന്നെ മുത്തലഖായ ദലാലത്തിനെ മഖ്സമാക്കുമ്പോ മുറക്കബും മുഫറദിന്റെയും മാന കുറച്ച് കൂടുതൽ നമുക്ക് പറയേണ്ടി വരും. എന്തായാലേ ഒരു മാനല്ല, പലത് കൂടിയിട്ടേ എന്താവുള്ളൂ, അവിടെ മുറക്കബാവുള്ളൂ മുഫറദും ആവുള്ളൂ എന്ന് പറയേണ്ടി വരും. പെട്ടെന്ന് വിഷയം മനസ്സിലാക്കാൻ കഴിയൂല. അപ്പൊ അത് അങ്ങോട്ട് ബന്ധിച്ചതാ. ഏത്? മുത്തലഖു ദലാലത്തിനെ ഇത്തിബാർ ചെയ്താൽ ഈ പറയപ്പെട്ട ഷർത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ യുക്തഫാബി തെർക്കീബി, തെർക്കീബ് എന്ന് പറയുമ്പോൾ ആ തെർക്കീബിൽ എന്താണ്? മതിയാക്കപ്പെടും. എന്തുകൊണ്ട്?
ബിദ്ദലാലത്തി അലാ ജുസീ മിൻ അജ്സാഇ ഹാദിഹിൽ മാന, ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു മാന, ഈ പറയപ്പെട്ട മാനകളുടെ ജുസുക്കളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ജുസീന്റെ മേൽ എന്ത് ചെയ്യുക, അറിയിക്കാം. ഏതെങ്കിലും ഒരു ജുസീന്റെ മേൽ അറിയിച്ചാൽ മതി, ഇന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു ജുസീന്റെ മേൽ എന്ത് ചെയ്യുക, അറിയിക്കുക. മനസ്സിലായില്ലേ? ചിലപ്പോ അങ്ങനെ പറയേണ്ടി വരും. ഈ പറയപ്പെട്ട 3 മാനകളിൽപ്പെട്ട ഏതെങ്കിലും, പിന്നെ ഈ പറയപ്പെട്ട മാനയുടെ അജ്സായിൽപ്പെട്ട ഏതെങ്കിലും ഒരു മാനാന്റെ ജുസിന്റെ മേൽ എന്ത് ചെയ്യുക, അറിയിക്കുക. അപ്പോഴേ മുറക്കമുണ്ടാവുള്ളൂ എന്ന്. സാധാരണ മുറക്കമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ലഫ്ലിന്റെ ജുസ് മാനാന്റെ ജുസിന്റെ മേൽ അറിയിക്കുക, അപ്പൊ അത് മുറക്കബായി. ലഫ്ലിന്റെ ജുസ് മാനാന്റെ ജുസിന്റെ മേൽ അറിയിക്കാതെ വരിക, അപ്പൊ അത് മുഫറദായി. അങ്ങനെ നമ്മൾ പറയുന്നത്. അങ്ങനെ വെക്കുമ്പം പ്രശ്നം വരും. അപ്പൊ ഈ സന്ദർഭത്തിൽ വെക്കുമ്പോ യതഹഖഖു തെർക്കീബ് ഉണ്ടാവേണ്ടി വരും. ബിന്നെദിരി ഇലൽ മുതാബഖത്തി വഅദഹ, മുതാബഖിയായ ദലാലത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് മാത്രമാണ് മുറക്കമുണ്ടാകുക എന്ന് പറയേണ്ടി വരും. അതേപോലെ വബിന്നെദിരി ഇലാ ഗൈരിഹ, മുതാബഖത്ത് അല്ലാത്തതിലേക്ക് നോക്കിയിട്ടും എന്തുണ്ടാവാ, അതിന് തെർക്കീബ് ഉണ്ടാവാ. മനസ്സിലായില്ലേ? അതായത് മുതാബഖിയ ദലാലത്തിലേക്ക് മാത്രം നോക്കിയിട്ടും, അതുപോലെ തന്നെ മുതാബഖിയ ദലാലത്ത് അല്ലാത്തതിലേക്ക് നോക്കിയിട്ടും എന്തുണ്ടെന്ന് പറയേണ്ടി വരും, തെർക്കീബ് ഉണ്ടെന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? എങ്കിൽ വകദാലിക അപ്രകാരം തന്നെയാണ് യതഹഖഖുൽ അഫ്റാദു ബിന്നദിരി ഇലാ കുല്ലി വാഹിദത്തിൻ മിന ദലാലത്തി സലാസത്തി, 3 ദലാലത്തുകളിൽപ്പെട്ട ഓരോ ദലാലത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ടും മുഫ്രദുകൾ ഉണ്ടാകുക എന്നും പറയേണ്ടി വരും. ഇതെന്തുകൊണ്ടാ വരുന്നത്? ഇപ്പൊ നമ്മളിപ്പോ ഈ പറയപ്പെട്ട വിഷയം കൊണ്ട് എങ്ങനെ, അതായത് മഖ്സമിനെ മുത്ലഖു ദലാലത്തായിട്ട് ഇത്തിബാർ ചെയ്യുമ്പോൾ, കാരണം തീർച്ചയായിട്ടും കാര്യം അതോ തെർക്കീബ്, ഈ തെർക്കീബ് ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞ കാര്യം അങ്ങനെ വെക്കുമ്പോൾ പ്രശ്നങ്ങൾ വരും. എന്താന്ന് പറയാം, അതായത് നമ്മൾ പറഞ്ഞല്ല, വകദാലിക യതഹഖഖുൽ അഫ്റാദു ബിന്നദിരി ഇലാ കുല്ലി വാഹിദത്തിൻ മിന ദലാലാത്തി സലാസത്തി, 3 ദലാലത്തുകളിൽപ്പെട്ട ഓരോ ദലാലത്തുകളിലേക്കും നോക്കിയിട്ട് മുഫ്രദുകൾ ഉണ്ടാവാം എന്ന് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ വെക്കുമ്പോ ഈ അന്നഹു ഉദിമത്ത് തെർക്കീബ്, കാരണം എന്താ, അവളെ തെർക്കീബിനെന്താവും, ഇല്ലാതെയാക്കപ്പെടും. കാരണം മുറക്കബിന്റെ എല്ലാ ഫർദുകളും ഇല്ലാതാകുക എന്നുള്ള വിഷയം അവര് വരൂല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ മുഫ്രദ് എന്ന് പറയുന്നത് അത് തെർക്കീബില്ലാതെയായ രൂപത്തില് ജമീൽ മാനാൻ ഇത്തിബാർ ചെയ്തിട്ട് തെർക്കീബ് ഇല്ലാതെയാവുക എന്നതിനെ സംബന്ധിച്ചാണ് മുഫ്രദ് എന്ന് പറയാ എന്നുള്ള ഒരു അടിസ്ഥാനം അവിടെ ഉണ്ടാവില്ല. സാധാരണ മുഫ്രദ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, തെർക്കീബ് ഇല്ലാതായാല് അവിടെ മുഫ്രദ് ഉണ്ടാവും. ഒരിപ്പോ ലഫ്ലിന്റെ ജുസ് മാനാന്റെ ജുസിന്റെ മേൽ അറിയിച്ചാ മുറക്കബായി, അറിയിക്കാതിരുന്നാല് ഏതുമായി, മുഫ്രദുമായി. അതാണല്ലോ. അപ്പൊ തെർക്കീബ് നഷ്ടപ്പെട്ടാൽ അവിടെ ഏതുണ്ടാവും, മുഫ്രദ് ഉണ്ടാവും. തെർക്കീബ് നഷ്ടപ്പെട്ടാൽ അവിടെ ഏതുണ്ടാവും, മുഫ്രദ് ഉണ്ടാവോന്ന്. അതാണ് ലിഅന്നഹു ഉദിമ തെർക്കീബു, കാരണം തീർച്ചയായിട്ടും കാര്യം അവിടെ എന്തില്ല, തെർക്കീബില്ല. കാരണം തെർക്കീബിന് എത്തിക്കപ്പെട്ടിട്ടില്ല. അതാണ്. അപ്പൊ ഫൈദന്തഫ തെർക്കീബു, ഇനിയിപ്പോ തെർക്കീബില്ലാന്ന് വെക്കുക. അപ്പൊ തെർക്കീബില്ല എങ്കില് അതെങ്ങനെ നിർദ്ദലം നോക്കിയിട്ട് ഇവ തളമുനിയ ദലാലത്തിലേക്ക് നോക്കിയിട്ട്, മറ്റൊരു ഉദാഹരണം പറയാം. തളമുനിയായ ദലാലത്തിലേക്ക് നോക്കിയിട്ട്
തെർക്കീബ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ കാന ഹുനാക അഫ്റാദുൻ, അപ്പൊ കുറെ ഫർദുകൾ അവിടെ ഉണ്ട് എന്ന് പറയേണ്ടി വരും. എങ്ങനത്തെ ഫർദുകളാണ്? നൂബിറ ഇലൈഹി, അതിലേക്ക് നെതിർ ചെയ്യപ്പെടും. അവ നെതിർ ചെയ്യപ്പെടുന്ന കുറെ ഫർദുകൾ അവിടെ ഉണ്ട് എന്ന് പറയേണ്ടി വരും. അവൻ വൈദന്തവ തെർക്കീബോ, തെർക്കീബ് ഇല്ലാതെയായാല് നെതറമിത തളമ്മുനിയായ ദലാലത്തിലേക്ക് നോക്കിയിട്ട് തെർക്കീബ് ഇല്ല എന്ന് വെക്കുകയാണെങ്കിൽ, മസലൻ അതൊരു ഉദാഹരണം പറയാണ്. അവ കാന ഹുനാക അഫ്റാദിൻ, അവ ഫർദുകൾ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായില്ല? എന്താ കാരണം? തളമ്മുനിയ ദലാലത്തിലേക്ക് നോക്കിയിട്ട് തെർക്കീബിനെ ഇത്തിബാർ ചെയ്യാൻ പറ്റൂല. തളമ്മുനിയായ ദലാലത്തിലേക്ക് നോക്കിയിട്ട് തെർക്കീബിന് എന്ത് ചെയ്യാൻ പറ്റൂല? ഇത്തിബാർ ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? കാരണം തളമ്മുനി എന്ന് പറഞ്ഞാൽ അവിടെ ജുസുണ്ടല്ലോ, ഫർദുണ്ടല്ലോ. തളമ്മുനിയ ദലാലത്ത് എന്ന് പറഞ്ഞാൽ മുതാബക്കിയായ ദലാലത്തിന്റെ ജുസാണല്ലോ. മൗദൂജ മാനാന്റെ ജുസിന്റെ മേലെ അടിക്കുമ്പോഴാണല്ലോ തളമ്മുനിയ ദലാലത്ത് ഉണ്ടാകുന്നത്. അവരുടെ ഫർദ് ഉണ്ടാവില്ല, നെതിർ ചെയ്യപ്പെടുന്ന ഫർദ് അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അവ ഒരിക്കലും എന്താവൂല, ഈ പറഞ്ഞ തളമ്മുനിയ ദലാലത്തിലേക്ക് നോക്കിയിട്ടൊന്നും തെർക്കീബിനെയോ മുഫ്രദിനെയോ ഇത്തിബാർ ചെയ്യാന് കഴിയൂല.